ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് കണ്ണുവെച്ച് നോക്കാൻ ആരും വരേണ്ട. പശ്ചിമ ബംഗാളിലെ മാൽഡ അതിർത്തിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് സാധാരണമായ ഒരു തർക്കമല്ല. ആയിരക്കണക്കിന് ബംഗ്ലാദേശികൾ വടികളും മാരകായുധങ്ങളുമായി നമ്മുടെ അതിർത്തിയിലേക്ക് ഇരച്ചു കയറാൻ നോക്കി. കള്ളക്കടത്തുകാരും അവിടുത്തെ തീവ്ര നിലപാടുകാരായ ജമാഅത്തെ ഇസ്ലാമി ഗ്രൂപ്പുകളും ചേർന്ന് നമ്മുടെ അതിർത്തി വേലി തകർക്കാൻ ശ്രമിച്ചു. BSF ബംഗ്ലാദേശിന്റെ അതിർത്തി രക്ഷാസേനയായ BGM-ഉം മുഖാമുഖം നിന്നു. പക്ഷേ അവർ ഒന്നു മറന്നു, ഇത് പഴയ ഇന്ത്യ അല്ല. ചിലർക്ക് ചരിത്രം പെട്ടെന്ന് മറന്നുപോകും. നമുക്ക് ഓർമ്മയുണ്ട്, 2001 ഏപ്രിൽ മാസം മേഘാലയയിലെ പിർദിയു അതിർത്തിയിൽ വെച്ച് ബംഗ്ലാദേശ് റൈഫിൾസും അവിടുത്തെ ജനക്കൂട്ടവും ചേർന്ന് നമ്മുടെ 16 ധീരന്മാരായ BSF ജവാന്മാരെ ക്രൂരമായാണ് വധിച്ചത്. നമ്മുടെ ജവാന്മാരുടെ മൃതദേഹങ്ങൾ വടികളിൽ കെട്ടിത്തൂക്കി ചുമന്നുകൊണ്ടുപോയ ആ ചിത്രം കണ്ട ഏതൊരു ഇന്ത്യക്കാരനും ചോര തിളച്ചിട്ടുണ്ടാകും. അന്ന് ഡൽഹിയിലെ ഭരണാധികാരികൾ നയതന്ത്ര ചർച്ചകൾ നടത്തി വിഷയം ഒതുക്കി തീർത്തു. അന്ന് അവർ കരുതി കാണും ഇന്ത്യ എപ്പോഴും ഇങ്ങനെ ആക്രമിക്കാതിരിക്കുമെന്ന്. പക്ഷെ ടൈം മാറി സുഹൃത്തുക്കളെ, ഒപ്പം ഭരണവും മാറി. ഇത് 2026 അന്നത്തെ ഇന്ത്യ അല്ല, ഇന്നത്തെ ഭാരതം. ഇന്ന് അതിർത്തിയിൽ ഒരു പ്രകോപനമുണ്ടായാൽ ഡൽഹിയിൽ നിന്ന് ഓർഡർ വരാൻ നമ്മുടെ ജവാന്മാർ കാത്തു നിൽക്കാറില്ല. ശത്രുവിന്റെ നെഞ്ചിലേക്ക് കയറി മറുപടി കൊടുക്കാൻ കെൽപ്പുള്ള ന്യൂ ഇന്ത്യയാണിത്. സർജിക്കൽ സ്ട്രൈക്കുകളിലൂടെ പാകിസ്ഥാനെയും ഗാൽവനിലൂടെ ചൈനയെയും ഭയപ്പെടുത്തിയ ഭാരതത്തോടാണ് ഈ കളി എന്ന് അവർ ഓർക്കണം. ബംഗ്ലാദേശിനിപ്പോൾ എന്താണ് ഇത്ര ചൊറിച്ചിൽ എന്നറിയാമോ? കാരണം കൃത്യമാണ്. കോടിക്കണക്കിന് രൂപയുടെ കന്നുകാലി കള്ളക്കടത്താണ് നമ്മുടെ BSF ജവാന്മാർ അതിർത്തിയിൽ 90% അടിച്ചമർത്തിയത്. അതിർത്തികൾ വരിഞ്ഞുമുറുക്കി ഇന്ത്യ വേലി കെട്ടുകയാണ്. പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ തങ്ങളുടെ ഭൂമി രാജ്യസുരക്ഷയ്ക്കായി വിട്ടു നൽകി കഴിഞ്ഞു. അതുകൂടാതെ ചിക്കൻ നെക്ക് എന്ന നമ്മുടെ തന്ത്രപ്രധാനമായ പ്രദേശത്ത് കാവലിനായി ITBP-യെയും CASF-നെയും 100 കണക്കിന് ഏക്കർ ഭൂമി നൽകി സർക്കാർ വിന്യസിച്ചു കഴിഞ്ഞു. അതിർത്തി കടന്നുള്ള കള്ളക്കളി ഇനി ഇവിടെ നടക്കില്ല. ഇന്ത്യൻ ജവാന്മാർ സാധാരണയായി സ്ത്രീകളെയും കുട്ടികളെയും വെടിവെക്കില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് സാധാരണ ജനങ്ങളെ ഹ്യൂമൻ ഷീൽഡാക്കി മുന്നിൽ നിർത്തിയാണ് അവരുടെ കളി. എന്നിട്ട് ഇന്ത്യ മനുഷ്യാവകാശ ലംഘനം നടത്തുന്നു എന്ന് പറഞ്ഞ ലോകത്തിന് മുൻപിൽ ചില പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായവും കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ നിലവിളിക്കുന്നുണ്ട്. എന്നാൽ ഒന്നും മനസ്സിലാക്കണം, ഇന്ത്യ കടുപ്പത്തിലൊരു തീരുമാനമെടുത്താൽ പട്ടിണി കിടന്ന് ചാകുകയുള്ളൂ ബംഗ്ലാദേശ്. ഉള്ളിയും പച്ചക്കറിയും തുടങ്ങി എന്തിന് നിത്യോപയോഗ സാധനങ്ങൾക്ക് പോലും ഇന്ത്യയെ ആശ്രയിക്കുന്നവരാണ് അവിടെ ഇരുന്ന് ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത്. വെടിയുണ്ടയേക്കാൾ വലിയ പ്രഹരം ഇന്ത്യയുടെ ഒരു ചെറിയ സാമ്പത്തിക ഉപരോധത്തിലൂടെ നിങ്ങൾക്ക് നൽകാൻ കഴിയുമെന്ന് ഭാരതത്തിന്റെ കഴിവിനെ ഓർത്തുകൊള്ളൂ. അതിർത്തിയിൽ പ്രശ്നമുണ്ടാക്കാൻ വരുന്നവരോട് ഭാരതത്തിന് ഒന്നേ പറയാനുള്ളൂ, അതിർത്തി കടന്ന് ഒരൊറ്റ അടിയെങ്കിലും മുന്നോട്ട് വെച്ചാൽ തിരിച്ചടി നിങ്ങളുടെ രാജ്യം താങ്ങില്ല. ബംഗ്ലാദേശ് ഭൂപടത്തിലുണ്ടാകില്ല. ഈ മാസ് മറുപടിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? താഴെ കമന്റ് ചെയ്യൂ. നമ്മുടെ ജവാന്മാർക്ക് സപ്പോർട്ടായി ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യൂ. ജയ് ഹിന്ദ്, വന്ദേ മാതരം.